അർജന്റീന സ്വദേശികളായ മെഡിക്കൽ സ്റ്റുഡന്റ് ഫ്യൂസർ എന്ന് വിളിക്കുന്ന ഏണസ്റ്റോയും സുഹൃത്ത് ആൽബർട്ടോ ഗ്രനേറ്റോയും ലാറ്റിൻ അമേരിക്ക മുഴുവൻ ചുറ്റിക്കാണാൻ പദ്ധതിയിടുന്നു. ആൽബർട്ടോയുടെ 30ാമത് പിറന്നാളിന് മുന്നേ തങ്ങൾ വർഷങ്ങളായി പ്ലാൻ ചെയ്തിരുന്ന ആദ്യ ട്രിപ്പ് പൂർത്തിയാക്കി വെനിസ്വേലയിലെത്തി അവിടെ വെച്ച് പിറന്നാൾ ആഘോഷിക്കണം എന്ന് അവർ തീരുമാനിക്കുന്നു. ഫ്യൂസർ എന്ന ഏണസ്റ്റോ അവസാന വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. 3 അസൈൻമെന്റ് കൂടി കഴിഞ്ഞാൽ MD ബിരുദം കിട്ടും. കുഷ്ഠരോഗ വിദഗ്ധനാകും. ആൽബർട്ടോ ബയോകെമിസ്റ്റും. ഏണസ്റ്റോയോട് തന്റെ ലാസ്റ്റ് 3 അസൈൻമെന്റ് കഴിഞ്ഞാൽ നിനക്ക് MD ബിരുദം ലഭിക്കുമെന്നും അത് കഴിഞ്ഞാൽ പോയാൽ പോരെ എന്നും അച്ഛൻ ചോദിക്കുന്നു. അതിന് ഇനിയും സമയമുണ്ടെന്ന് അയാൾ പറയുന്നു. അങ്ങനെ അവർ പ്ലാൻ ചെയ്ത ടൂർ പോകാൻ തുടങ്ങുന്നു. ആസ്മരോഗിയായ ഏണസ്റ്റോയെ നോക്കിക്കോണം എന്ന് ഏണസ്റ്റോയുടെ അച്ഛൻ ആൽബർട്ടോയോട് പറയുന്നു. പുസ്തകങ്ങളിൽ നിന്നും വായിച്ചറിഞ്ഞ ലാറ്റിൻ അമേരിക്ക നേരിട്ട് കാണണം എന്നതാണ് അവരുടെ ഉദ്ദേശം. 4 മാസം കൊണ്ട് ഏകദേശം 4000 കിലോമീറ്റർ പൂർത്തിയാക്കണം. അങ്ങനെ അവർ 1939 മോഡൽ നോർട്ടൺ 500cc എന്ന ബൈക്കിൽ യാത്ര ആരംഭിച്ചു. പോകുന്ന വഴിക്ക് ഏണസ്റ്റോയുടെ കാമുകി ചിച്ചീനിയെയും കാണാൻ അവർ പ്ലാൻ ചെയ്യുന്നു. 1952 ജനുവരി 4-ന് അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിൽ നിന്നും യാത്ര ആരംഭിക്കുന്നു. നഗരം വിട്ട് ഗ്രാമങ്ങളിലേക്ക് അവർ കടക്കുന്നു. ഗ്രാമങ്ങളിലെ മൺവഴിയിൽ കൂടി അവർ ബൈക്ക് ഓടിച്ചു പോകുന്നു. പെട്ടെന്ന് ബൈക്ക് മറിഞ്ഞ് തോട്ടിൽ വീഴുന്നു. ഫ്യൂസർ തന്റെ ബാഗ് തപ്പി പട്ടിക്കുഞ്ഞിന് കുഴപ്പമില്ല എന്ന് നോക്കുന്നു. പട്ടിയെയും കൊണ്ടാണോ പോകുന്നതെന്ന് ഗ്രനേറ്റോ ചോദിക്കുന്നു. ചിച്ചിനിക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെന്ന് പറഞ്ഞ് ഫ്യൂസർ ഗ്രനേറ്റോയുടെ ഡ്രൈവിങ്ങിനെ കുറ്റം പറയുന്നു. 1952 ജനുവരി 12-ന് 601 കിലോമീറ്റർ പിന്നിട്ട് അർജന്റീനയിലെ മിരാർ എന്ന സ്ഥലത്ത് ചിച്ചീനിയുടെ വീട്ടിൽ അവർ എത്തി. വലിയ കൊട്ടാര സമാനമായ വീട്. ചിച്ചീനിയുടെ വീട്ടുകാർക്ക് അവരുടെ ബന്ധം അത്ര താല്പര്യമില്ല. അവിടെ ഡാൻസ് പാർട്ടിയിൽ ഗ്രനേറ്റോയും ഏണസ്റ്റോയും പങ്കെടുക്കുന്നു. രാത്രി ചിച്ചീനിയെ നിരീക്ഷിക്കാൻ അച്ഛൻ ഒരു സ്ത്രീയെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് ചിച്ചീനി ഫ്യൂസറിനോട് പറയുന്നു. ഡാൻസ് കഴിഞ്ഞ് അവർ സംസാരിച്ച് നിൽക്കവേ റോസ് ആന്റി അങ്ങോട്ടേക്ക് വരുന്നു. തന്റെ റൂം എവിടെയാണെന്ന് ഫ്യൂസർ അവരോട് ചോദിക്കുന്നു. പക്ഷെ അവർക്ക് ആ വീടിനുള്ളിൽ മുറി നൽകിയില്ല. പകരം പുറത്ത് ടെന്റ് സ്റ്റേ ആയിരുന്നു. അടുത്ത ദിവസം ഏണസ്റ്റോ കാമുകിയുമായി പുറത്തു പോകുന്നു. താൻ വരുന്നവരെ കാത്തിരിക്കണമെന്ന് ഏണസ്റ്റോ പറയുന്നു. കാത്തിരിക്കാമെന്ന് ചിച്ചീനിയും പറയുന്നു. അവർ അമേരിക്ക വഴിയാണ് പോകുന്നതെങ്കിൽ തനിക്കൊരു സ്വിം സ്യൂട്ട് വാങ്ങി വരണമെന്ന് പറഞ്ഞ് ചിച്ചി ഫ്യൂസറിന് $15 അമേരിക്കൻ കൊടുക്കുന്നു. 1952 ജനുവരി 29-ന് 1809 കിലോമീറ്റർ പിന്നിട്ട് അർജന്റീനയിലെ പിദ്രാഡി അഗ്വലയിൽ എത്തുന്നു. അവിടെ നദിക്കരയിൽ ടെന്റ് കിട്ടുന്ന അവരുടെ ടെന്റ് കാറ്റിൽ പറന്ന് പുഴയിൽ പോകുന്നു. ദൂരെ അവർ ഒരു വീട് കാണുന്നു. അവർ അങ്ങോട്ടേക്ക് പോകുന്നു. കിടക്കാൻ സ്ഥലം വേണമെന്നവർ ആവശ്യപ്പെട്ടപ്പോൾ പുറത്ത് ഷെഡിൽ കിടക്കാൻ അയാൾ പറയുന്നു. തങ്ങൾ ഡോക്ടേഴ്സ് ആണെന്ന് പറഞ്ഞപ്പോൾ അയാൾ ചൂടാകുന്നു. അവർ അവിടെ പോയി കിടക്കുന്നു. അടുത്ത ദിവസം യാത്ര തുടർന്നു. 1552 ജനുവരി 31-ന് 2052 കിലോമീറ്റർ പിന്നിട്ട് അർജന്റീനയിലെ സാൻ മാർട്ടി ഡി ലോസ് ആൻഡീസിൽ എത്തി. അവിടെ ഒരു വീട്ടിൽ ചെന്ന് തങ്ങൾ ഡോക്ടേഴ്സാണ്, നാട് കാണാൻ വന്നതാണ്, താമസവും ഭക്ഷണവും തരണം എന്ന് ആവശ്യപ്പെടുന്നു. വീട്ടുകാരൻ കഴുത്തിലെ മുഴ കാണിച്ചിട്ട് നോക്കാൻ പറയുന്നു. ഇത് ട്യൂമർ ആണെന്നും അവർക്ക് ചികിത്സിക്കാൻ കഴിയില്ല എന്നും ഏണസ്റ്റോ പറയുന്നു. ഭക്ഷണവും താമസവും തന്നാൽ ചികിത്സിക്കാമെന്ന് ആൽബർട്ടോ പറയുന്നു. തൊട്ടടുത്തൊരു പുഴയും അവിടെ ഒരു ഷെഡുമുണ്ട്. പുഴയിൽ നിന്ന് വെള്ളം കുടിക്കാനും മീൻ പിടിച്ചു കഴിക്കാനും പറഞ്ഞ് വീട്ടുകാരൻ പോകുന്നു. ആൽബർട്ടോ ഏണസ്റ്റോയെ വഴക്ക് പറയുന്നു. പുഴയുടെ അടുത്ത് ചെന്നപ്പോൾ ഒരു പറവയെ ആൽബർട്ടോ വെടിവെച്ചിടുന്നു. അത് പുഴയിൽ വീഴുന്നു. അതെടുത്തിട്ട് വരാൻ ഏണസ്റ്റോയോട് ആൽബർട്ടോ പറയുന്നു. തനിക്ക് തണുപ്പ് അലർജിയാണെന്ന് പറഞ്ഞപ്പോൾ ചിച്ചിന് തന്ന കാശ് തരാൻ പറയുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച് അടിച്ചു പൊളിക്കാമെന്ന് അയാൾ പറയുന്നു. അത് കേട്ട് ഏണസ്റ്റോ പുഴയിൽ ഇറങ്ങി താറാവിനെ എടുക്കുന്നു. 2270 കിലോമീറ്റർ പിന്നിട്ട് അർജന്റീനയിലെ ബാരിലോച്ചെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഏണസ്റ്റോയ്ക്ക് ആത്മ ഉണ്ടാകുന്നു. അപ്പോഴും ആൽബർട്ടോ ചിച്ചിന് തന്ന കാശ് ചോദിക്കുന്നു. ആശുപത്രിയിൽ പോകാമെന്ന് പറയുന്നു. ഏണസ്റ്റോ അത് വിസമ്മതിക്കുന്നു. പിന്നീട് യാത്ര തുടരുന്നു. 1952 ഫെബ്രുവരി 15-ന് 2306 കിലോമീറ്റർ പിന്നിട്ട് അർജന്റീനയിലെ ഫിയാസ് തടാകത്തിൽ എത്തി. ചിലിയിലേക്കാണ് യാത്ര. യാത്രക്കിടയിൽ ഏണസ്റ്റോ അമ്മയ്ക്ക് കത്തുകൾ എഴുതുന്നുണ്ട്. ചിലി മുഴുവൻ മഞ്ഞിൽ കുളിച്ചാണ് കിടക്കുന്നത്. 2277 കിലോമീറ്റർ പിന്നിട്ട് 1952 ചിലിയിലെ ടെമുക്കോയിൽ എത്തുന്നു. അവിടെ വെച്ച് അവർ ബൈക്ക് കേടാകുന്നു. ബൈക്ക് തള്ളിക്കൊണ്ട് അവർ നടക്കുന്നു. ചിച്ചിൻ തന്ന കാശ് എടുത്ത് ബൈക്ക് നന്നാക്കാമെന്ന് ആൽബർട്ടോ പറയുമ്പോൾ ഫ്യൂസർ പിന്നെയും എതിർക്കുന്നു. അവർ അവിടെ ഒരു പത്രത്തിൽ പണം നൽകി തങ്ങളെക്കുറിച്ചുള്ള വാർത്ത കൊടുക്കുന്നു. കുറെ കുഷ്ഠരോഗികളെ ചികിത്സിച്ചിട്ടുണ്ടെന്നും 5 മാസം കൊണ്ട് വെനിസ്വേലയിൽ എത്തുകയാണ് ലക്ഷ്യം എന്നാണ് വാർത്ത. ബൈക്ക് നന്നാക്കാൻ ഒരു വർക്ക്ഷോപ്പിൽ കയറുന്നു. അവർ തങ്ങളുടെ പത്രവാർത്ത കാണിച്ച് അവിടെ മുതലെടുപ്പിന് നോക്കുന്നു. അവർ വെറുതെ ചെയ്തു കൊടുക്കാമെന്നും സമ്മതിക്കുന്നു. അന്ന് വൈകുന്നേരം പാർട്ടിക്ക് പോകാൻ ഷോപ്പ് ഉടമ ക്ഷണിക്കുന്നു. അവിടെ ഉണ്ടാകുന്ന അടിപിടിയിൽ നിന്നും രക്ഷപ്പെട്ട് അവർ ബൈക്ക് എടുത്തോടി രക്ഷപ്പെടുന്നു. യാത്രക്കിടയിൽ ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നു. അവിടെ നിന്നും ബൈക്ക് തള്ളി നീക്കി അവർ യാത്ര തുടരുന്നു. 1952 ഫെബ്രുവരി 26-ന് 2940 കിലോമീറ്റർ പിന്നിട്ട് ആ യാത്ര ചിലിയിലെ ലോസ് ഏഞ്ചലസിൽ എത്തുന്നു. ബാറിൽ വെച്ച് പരിചയപ്പെട്ട ചിലിയൻ പെൺകുട്ടികളുമായി സൗഹൃദത്തിലാവുന്ന ഇരുവരും അവരുടെ കാശിന് അവിടെ നിന്നും മദ്യവും ആഹാരവും കുടിക്കുന്നു. അവർ ഇരുവരെയും വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ ഒരു വർക്ക്ഷോപ്പിൽ ബൈക്ക് കൊടുക്കുന്നു. ബൈക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നും ആക്രിയായി കൊടുക്കാനേ പറ്റുമെന്നും വർക്ക്ഷോപ്പ് ഉടമ അറിയിക്കുന്നു. അങ്ങനെ ബൈക്ക് ആക്രി വിലയ്ക്ക് വിറ്റ് ഇരുവരും നടന്നു യാത്ര തുടരുന്നു. 4960 കിലോമീറ്റർ പിന്നിട്ട് 1952 ചിലിയിലെ ഡെസോർട്ടോ ഡെ അറ്റേക്കാമയിൽ എത്തി. യാത്രക്കിടയിൽ രണ്ടുപേരെ പരിചയപ്പെടുന്ന അവർ സംസാരത്തിൽ ഇരുവരും കമ്മ്യൂണിസ്റ്റുകാരാണെന്നും അവരെ പോലീസ് തിരയുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നു. അവരുടെ ഭൂമി സർക്കാർ കയ്യേറി അവരെ ഒഴിപ്പിച്ചെന്നും ജോലി തേടി വന്നതാണെന്നും പറയുന്നു. തണുപ്പകറ്റാൻ ഫ്യൂസർ തന്റെ ജാക്കറ്റ് അവർക്ക് കൊടുക്കുന്നു. അടുത്ത ദിവസം രാവിലെ അനാക്കോണ്ടോ മൈൻ കമ്പനിയുടെ ഗേറ്റിന് മുന്നിൽ ജോലി തേടിയിരിക്കുന്നവരുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ദിവസം കുറെ ആളുകളെ വിളിക്കുന്നു. ഭർത്താവും ഇക്കൂട്ടത്തിൽ ഉണ്ട്. ഭാര്യയെ വിളിക്കുന്നില്ല. ലോറിയിൽ കയറ്റിക്കൊണ്ടുപോയ തൊഴിലാളികൾക്ക് കുറച്ച് വെള്ളമെങ്കിലും കൊടുക്കാൻ പറഞ്ഞ് ഫ്യൂസർ ഉദ്യോഗസ്ഥനോട് കയർക്കുന്നു. അവിടെ നിന്ന് പോകാൻ പറഞ്ഞ് അയാൾ വണ്ടി എടുത്തു പോകുന്നു. ദേഷ്യത്തോടെ ഫ്യൂസർ വണ്ടിക്ക് നേരെ കല്ലെറിയുന്നു.
അവിടെ നിന്നും ലോറിയിൽ കയറിയും പിന്നീട് നടന്നും അവർ പോകുന്നു. ആ യാത്രക്കിടയിൽ ഫ്യൂസറിന് മനസ്സിലാവുന്നു കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞ പോലെ നാട് മാറുന്നു. ഒരുപാട് സാധാരണക്കാർ സ്വന്തം നാട്ടിൽ വീടില്ലാത്തവരെ മാറപ്പെടുന്നു. 1952 ഏപ്രിൽ 2 6932 കിലോമീറ്റർ പിന്നിട്ട് പെറുവിലെ കുസ്കോയിൽ എത്തി. ആദ്യ ദിവസം തന്നെ ഡോൺ നോസ്റ്റർ എന്നൊരു പയ്യനെ ഗൈഡായി കിട്ടി. അവൻ അവിടെ ഒക്കെ വിശദീകരിച്ച് കാണിച്ചു കൊടുക്കുന്നു. അവിടെ ഹാൻഡിക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന കുറച്ച് സ്ത്രീകളെ പരിചയപ്പെടുന്നു. അവർക്ക് ജോലി കിട്ടുന്നില്ലെന്നും കഷ്ടപ്പാടാണെന്നും അവർ പറയുന്നു. മറ്റൊരു കർഷകനെയും പരിചയപ്പെടുന്നു. അയാളെ കൃഷിസ്ഥലത്ത് നിന്നും ഭൂവുടമ പുറത്താക്കിയെന്ന് പറയുന്നു. അയാൾ ജോലി തേടി മറ്റൊരിടത്തേക്ക് പോകുന്നു എന്ന് പറയുന്നു. 1952 ഏപ്രിൽ 5 7014 കിലോമീറ്റർ പിന്നിട്ട് പെറുവിലെ മച്ചു പിച്ചുവിൽ എത്തി. അമേരിക്കക്കാർ ഫ്രഞ്ചുകാരുടെ ഗൺ പവറിന് മുന്നിൽ പരാജയപ്പെടുകയാണെന്ന് ഫ്യൂസർ മനസ്സിലാക്കി. അവിടെയുള്ള ഒരു പെണ്ണിനെ കെട്ടി വോട്ട് ചെയ്യാൻ അവരെ ബോധവൽക്കരിച്ച് ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നത് നല്ല പ്ലാൻ അല്ലേ എന്ന് അന്റോണിയോ ചോദിക്കുമ്പോൾ തോക്കില്ലാതെ വിപ്ലവം സാധ്യമല്ല എന്ന് ഫ്യൂസർ മറുപടി കൊടുക്കുന്നു. 1952 മെയ് 12 8198 കിലോമീറ്റർ പിന്നിട്ട് പെറുവിലെ ലിമയിൽ എത്തി. യാത്ര തുടങ്ങുന്നതിന് മുന്നേ അന്റോണിയോ പറഞ്ഞ് ഏർപ്പാടാക്കിയ ഡോക്ടറെ കാണുന്നു. അയാൾ അവരെ അവിടെയുള്ള കുഷ്ഠരോഗ ആശുപത്രി പരിചയപ്പെടുത്തുന്നു. രോഗാരംഭാവസ്ഥയിലുള്ള ആളുകളെയാണ് അവിടെ ചികിത്സിക്കുന്നത്. കൂടിയ ആളുകളെ സാൻ പാബ്ലോ ലെപ്പർ കോളനി എന്ന ആമസോൺ ദ്വീപിലാണ് ചികിത്സിക്കുന്നത്. അവരെ അങ്ങോട്ട് അയക്കാമെന്നും അത് അവർക്കൊരു അനുഭവമായിരിക്കുമെന്നും അയാൾ പറയുന്നു. കൂടാതെ ഡോക്ടർ എഴുതിയ ഒരു നോവലും കൊടുക്കുന്നു. വായിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണമെന്ന് പറയുന്നു. അവർ സാൻ പാബ്ലോയിലേക്ക് യാത്ര തിരിക്കുന്നു. ആമസോൺ നദിയിലൂടെയാണ് യാത്ര. നന്ദി പറഞ്ഞവർ യാത്ര തിരിക്കുന്നതിനിടെ ഡോക്ടർ നോവൽ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. അന്റോണിയോ വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുന്നു. ഫ്യൂസറിനോട് ചോദിച്ചപ്പോൾ അവനും ഇഷ്ടമായി എന്ന് അന്റോണിയോ പറയുന്നു. ഫ്യൂസറിന്റെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കണമെന്ന് ഡോക്ടർ വാശി പിടിച്ചപ്പോൾ നോവൽ വായിക്കാൻ പറ്റാത്ത വിധം ബോറാണെന്ന് അയാൾ പറയുന്നു. ആരും തന്നോട് ഇങ്ങനെ ശരിക്കും അഭിപ്രായം പറഞ്ഞിട്ടില്ലെന്ന് ഡോക്ടർ പറയുന്നു. പരസ്പരം പുണർന്നിട്ട് അവർ യാത്ര തുടങ്ങുന്നു. 5 ദിവസത്തെ യാത്രയാണ്. അവിടുത്തെ സാധാരണക്കാർക്ക് പോകാൻ ബോട്ടിൽ കെട്ടി മറ്റൊരു വള്ളം പോകുന്നത് ഫ്യൂസർ കാണുന്നു. യാത്രക്കിടയിൽ ഫ്യൂസറിന് ആസ്മ കൂടുന്നു. കുഴിഞ്ഞു വീണ അയാളെ ആൽബർട്ടോയും മറ്റൊരു പെൺകുട്ടിയും കൂടി എത്തിക്കുന്നു. ആൽബർട്ടോ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഫ്യൂസറിന് അല്പം ആശ്വാസം ഉണ്ടാകുന്നു. ആൽബർട്ടോ ആ പെൺകുട്ടിയുമായി പരിചയം സ്ഥാപിക്കുന്നു. സംസാരത്തിനിടയിൽ അവൾ ഒരു അഭിസാരികയാണെന്ന് അയാൾ മനസ്സിലാക്കുന്നു. യാത്രക്കാരിൽ നിന്നും കിട്ടുന്ന പണത്തിന്റെ ഒരു പങ്ക് അവൾ ക്യാപ്റ്റന് കൊടുക്കുന്നു. അതാണ് ക്യാപ്റ്റനും അവളും തമ്മിലുള്ള ഡീൽ. അവളുടെ കൂടെ കിടക്ക പങ്കിടാൻ അന്റോണിയെ ക്ഷണിക്കുന്നു. തന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതിനാൽ ജിച്ചിനി ഫ്യൂസറിന് കൊടുത്ത പൈസ അയാളോട് ചോദിക്കുന്നു. ആ പണം മൈനിങ് സ്ഥലത്ത് ജോലി ലഭിക്കാതെ നിന്ന സ്ത്രീക്ക് കൊടുത്തു എന്ന് ഫ്യൂസർ പറയുന്നു. ക്ഷുഭിതനായ ആൽബർട്ടോ ഗാംബ്ലിംഗിൽ നിന്ന് പണം ഉണ്ടാക്കി തന്റെ ആഗ്രഹം നടത്തുന്നു. അങ്ങനെ 5 ദിവസം കഴിഞ്ഞ് 10223 കിലോമീറ്റർ പിന്നിട്ട് 1952 ജൂൺ 8 പെറുവിലെ സാൻ പാബ്ലോ ദ്വീപിൽ എത്തുന്നു. അവരെ അവിടെ മറ്റൊരു ഡോക്ടർ സ്വീകരിക്കുന്നു. അയാൾ അവിടെയെല്ലാം അവരെ പരിചയപ്പെടുത്തുന്നു. ആമസോൺ നദിയുടെ അക്കരെയാണ് രോഗം കൂടിയവരെ ചികിത്സിക്കുന്ന ലെപ്രസി കോളനി എന്ന് ഡോക്ടർ പറയുന്നു. താമസ സ്ഥലം ഒക്കെ പരിചയപ്പെടുത്തി അയാൾ അവരെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നു. അടുത്ത ദിവസം ലെപ്രസി കോളനിയിലേക്ക് കൊണ്ടുപോകുന്നു. ചികിത്സയിൽ ഇരിക്കുമ്പോൾ രോഗം പകരുമോ എന്ന് ഫ്യൂസർ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ഡോക്ടർ മറുപടി പറയുന്നു. പക്ഷേ കോളനിയിലെ നിയമങ്ങൾ പാലിക്കണം എന്ന് അയാൾ പറയുന്നു. കോളനിയിൽ എത്തുമ്പോൾ അവർ രോഗികൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. രോഗികൾ ആശ്ചര്യപ്പെട്ടു നോക്കുന്നു. പക്ഷേ അവർ അത് കൂസാക്കാതെ എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. സിൽവി എന്ന ചെറുപ്പക്കാരി ലെപ്രസി സർജറിക്ക് തയ്യാറാകുന്നില്ല. ഫ്യൂസർ അവിടെ ചെന്ന് അവളോട് സംസാരിക്കുന്നു. തന്റെ ആസ്മാരോഗത്തെക്കുറിച്ചും അത് വന്നതുകൊണ്ട് തനിക്ക് മിലിറ്ററി സർവീസിൽ പോകേണ്ടി വന്നില്ല എന്നും പറയുന്നു. രോഗം വരുന്ന നമ്മൾ ചികിത്സിക്കണം എന്ന് പറയുന്നു. ഓരോ ശ്വാസത്തിലും ഫൈറ്റ് ചെയ്യണമെന്നും അയാൾ പറയുന്നു. അങ്ങനെ അവൾ സർജറിക്ക് തയ്യാറെടുക്കുന്നു. ഫ്യൂസർ അവളോടൊപ്പം കൂട്ടിരിക്കുന്നു. അവർ രോഗികളോടൊപ്പം ഫുട്ബോൾ കളിച്ചും ഷെഡുകൾ മേഞ്ഞും അവരുടെ കൂട്ടുകാരായി മാറുന്നു. നിയമം തെറ്റിക്കുന്നത് അവിടെയുള്ള മദർ സുപ്പീരിയറിന് ഇഷ്ടമാവുന്നില്ല. തുടർന്ന് ഉച്ചഭക്ഷണം കഴിക്കാനായി ചെന്നപ്പോൾ അവരുടെ ഭക്ഷണം നിഷേധിക്കുന്നു. അവിടെ മരത്തണലിൽ വന്നിരുന്ന ഇരുവർക്കും സിൽവിയയും മറ്റു രോഗികളും ചേർന്ന് തങ്ങൾക്ക് കിട്ടിയ ഭക്ഷണത്തിന്റെ ഒരു പങ്ക് കൊടുക്കുന്നു. 1954 ജൂൺ മാസം സാൻ ബ്ലാറ്റെ പെറു. ഫ്യൂസറിന്റെ ബർത്ത്ഡേ കോൺവെന്റിലെ എല്ലാവരും ആഘോഷിക്കുന്നു. പാട്ടും ഡാൻസും ഒക്കെ ആഘോഷം മുറുകുകയാണ്. അവിടെ നിന്നും ഫ്യൂസർ പുറത്തേക്ക് ഇറങ്ങി. കൂടെ ആൽബർട്ടോയും തന്റെ ജന്മദിനം ഇവിടെയല്ല നദിയുടെ അക്കരെയാണ് ആഘോഷിക്കേണ്ടതെന്ന് ഫ്യൂസർ ആൽബർട്ടോയോട് പറയുന്നു. അവിടെ ഉണ്ടായിരുന്ന ബോട്ട് എവിടെയെന്ന് തിരക്കുന്നു. അത് ആരോ കൊണ്ടുപോയെന്ന് ആൽബർട്ടോ പറയുന്നു. പെട്ടെന്ന് ഫ്യൂസർ ആമസോൺ നദിയിലേക്ക് ഇറങ്ങുന്നു. ആൽബർട്ടോ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഫ്യൂസർ അത് കേൾക്കാതെ നീന്തി തുടങ്ങുന്നു. എല്ലാവരും പരിഭ്രാന്തരാകുന്നു. കുഷ്ഠരോഗ ആശുപത്രിയിലുള്ളവർ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന് നോക്കുന്നു. ആമസോൺ നദിക്ക് കുറുകെ നീന്തുന്നത് ഫ്യൂസർ ആണെന്ന് അവർ മനസ്സിലാക്കുന്നു. എല്ലാവരും ഏണസ്റ്റോ എന്ന് ആർപ്പ് വിളിക്കുന്നു. അയാൾ നദി നീന്തി കടന്ന് അക്കരെ എത്തുന്നു. രോഗികൾ ഫ്യൂസറിനെ താങ്ങി പിടിച്ച് കരയിലേക്ക് കൊണ്ടുപോകുന്നു. അടുത്ത ദിവസം ഫ്യൂസർ അവിടെ നിന്ന് അർജന്റീനയിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നു. ജോബ് ഓഫർ ലെറ്റർ കിട്ടിയ അന്റോണിയോ അവിടെ തങ്ങുന്നു. അവിടെ വെച്ച് തന്റെ ജീവിതം കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഫ്യൂസർ തീരുമാനിക്കുന്നു. ഫ്യൂസർ തിരിച്ച് നാട്ടിലേക്ക് വിമാനം കയറുന്നു. പിന്നീട് ഫ്യൂസർ എന്ന ഏണസ്റ്റോ ഡി ഗുവേര ചെഗുവേര എന്ന വിപ്ലവ നായകനായി മാറി. 8 വർഷങ്ങൾക്ക് ശേഷം കമാൻഡോ ചെഗുവേരയുടെ ആവശ്യപ്രകാരം അന്റോണിയോ ക്യൂബയിലേക്ക് വരികയും ചെഗുവേരയുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന ചെഗുവേരയുടെ ഡയറി കുറിപ്പുകൾ പിന്നീട് പുസ്തക രൂപമായി ഇറങ്ങിയിരുന്നു. ഇതേ പുസ്തകത്തിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് വാൾട്ടർ സെല്ലസ് സംവിധാനം ചെയ്ത 2004 പുറത്തിറങ്ങിയ മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന സ്പാനിഷ് ചിത്രം. ഗെയിൽ ഗാർസിയോ ബെർണൽ ആണ് ഫ്യൂസറായും റോഡ്രിഗോ ഡെ ലേസറിന ആണ് ആൽബർട്ടോ ആയും അഭിനയിച്ചിരിക്കുന്നത്. 2002 പുറത്തിറങ്ങിയ ഫിഡൽ എന്ന ഡേവിഡ് അറ്റ്വുഡ് സംവിധാനം ചെയ്ത മിനി സീരീസിലും ചെഗുവേരയായി വേഷമിട്ടിരിക്കുന്നത് ഗെയിൽ തന്നെയാണ്. ആൽബർട്ടോ ആയി അഭിനയിച്ചിരിക്കുന്ന സെർന യഥാർത്ഥത്തിൽ ചെഗുവേരയുടെ ഫസ്റ്റ് കസിൻ തന്നെയാണ്. 2004 സൺഡൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ആണ് ചിത്രം വേൾഡ് പ്രീമിയർ ചെയ്തത്. തുടർന്ന് 57ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി നിരൂപക പ്രശംസ
ഏറ്റുവാങ്ങുകയും പ്രൈസ് ഓഫ് ദ എക്യുമേനിയൽ ജൂറി അവാർഡ് ലഭിക്കുകയും ചെയ്തു. 77ാമത് അക്കാദമി അവാർഡ്സിൽ മികച്ച അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ നോമിനേഷൻ ലഭിക്കുകയും ഉറൂഗിയൻ സിംഗർ ജോർജ് ഡ്രക്സ്ലറിന് ഒറിജിനൽ സ്കോറിനുള്ള അവാർഡും ലഭിച്ചു. ചിത്രത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക. മറ്റൊരു ചിത്രത്തിന്റെ വിവരണവുമായി അടുത്ത വീഡിയോയിൽ കാണാം.